ഹലോ ഗൈസ്, ഫൈൻഡ് അവർ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ 24 സെൻറ്റ് നല്ല അടിപൊളി പറമ്പ് കിട്ടോ. നമ്മൾ കാക്കൂർ അങ്ങാടിക്ക് അടുത്തായിട്ട് വരിക. അതുപോലെ തന്നെ കട്ടാക്കി കേട്ടോ. 24 സെൻറ്റ് സ്ഥലമാണ്, പറമ്പാണ്, നല്ല അടിപൊളി പറമ്പാണ്, വാങ്ങിയിടാൻ പറ്റിയ സ്ഥലം കേട്ടോ. നമ്മൾ ആ കെട്ടിൻ്റെ അടുത്തുനിന്ന് നേരെ ഈ കാണുന്ന പോസ്റ്റിൻ്റെ അടുത്ത് വരാം കേട്ടോ. ഇവിടുന്ന് നേരെ ബാക്കിലേക്ക് അങ്ങോട്ട് നീളത്തിലാണ് സ്ഥലം കിടക്കുന്നത്. നീളമില്ല, അത്യാവശ്യം നല്ല നീളം വീതിയൊക്കെ ഉള്ള നല്ല പറമ്പ് തന്നെയാണ്. ഒന്ന് വാങ്ങിയിട്ട് ഒറ്റ നിരപ്പ്, ഒന്ന് മുന്നിൽ ലാശിട്ട് കുഴി മാറിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നിരപ്പാക്കിയിട്ട് ഒറ്റ ലെവൽ പ്ലോട്ടാക്കിയിട്ട് തെങ്ങൊക്കെ ഒഴിവാക്കിയിട്ടേ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റോഡ് നല്ല വീതിയുള്ള വലുപ്പമുള്ള റോഡാട്ടോ. അങ്ങനെ ഒരു ഗുണം ഈ റോഡിനുണ്ട്. പിന്നെ അത് കൂടാണ്ട് കാക്കൂർ അങ്ങാടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ അത്രയൊക്കെ ഡിസ്റ്റൻസ് ഉള്ളൂ, ദൂരം കുറവാണ്. നമുക്ക് ഒരു വിധപ്പെട്ട എല്ലാ ഒരു സെറ്റപ്പ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ധൈര്യമായിട്ട് നമുക്ക് വന്ന് വാങ്ങാം. നല്ല പറമ്പാണ്. സെൻറ്റിന് വലിയ വിലയും ചോദിക്കുന്നില്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റ് വിലയുള്ള ഏരിയയാണ്. സെൻറ്റിന് 2.5 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിച്ചോളി. ഒരു 24 സെൻറ്റ് സ്ഥലം, നല്ല അടിപൊളി പറമ്പ്, അതും കാക്കൂർ അങ്ങാടിക്ക് അടുത്തായിട്ട് നല്ല അടിപൊളി ചുവന്ന മണ്ണുള്ള നല്ല അടിപൊളി പറമ്പ്. വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരെ വിളിച്ചോളി. നല്ല വലുപ്പമുള്ള ടാർ റോഡ് ഫ്രണ്ടേജിലാട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് പറമ്പൊക്കെ വിൽപ്പനയ്ക്ക് വാടക കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻഡ് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മാക്സിമം നമ്മൾ വിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റൊക്കെ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മൾ പുതിയ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ടൊന്നും നടക്കില്ല. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 2 ലക്ഷം രൂപയാണ്. പ്രൈസ് ഞാൻ മാക്സിമം കുറച്ച് വാങ്ങി തരാം. താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കും.